ആസ് എക്സ്പെക്റ്റഡ് വേദലക്ഷ്മി ഇങ്ങനെ തന്നെ ഗെയിം കളിക്കാനായിട്ടാണ് വന്നത്. അത് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരുടെ പ്രൊഫൈൽ അറിയത്തില്ലേ, സ്ത്രീവിരുദ്ധൻ എന്ന് അനീഷിനെ പരിചയപ്പെടുത്തിയതുപോലെ ശരിക്കും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു വേദലക്ഷ്മിയൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ്. അപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അതങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരും ഇവരും നമ്മളുടെ കണ്ണിൽ ഒരേ ആൾക്കാരൊക്കെ തന്നെയാണ്. വേദലക്ഷ്മിയെ നമ്മളിവിടെ വന്ന സമയത്താണ് കാണുന്നത്. അതിലെ നൂറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് അതെല്ലാം അവരുടെ സ്വന്തമാണ്. അതിലുള്ള ലോസും ബെനഫിറ്റും അവരുടേതാണ്. നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. സമൂഹം എന്നൊന്നും ജനറലായിട്ട് പറയാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. സമൂഹത്തിൽ ഇറങ്ങി അവർ ജീവിക്കുന്നുണ്ട്. സമൂഹം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സമൂഹം? ചില ആളുകൾ പറയും ഇവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ജീവിക്കാൻ പറ്റും. ഇത് ഇന്ത്യയല്ലേ? അപ്പോൾ അവർ പുറത്തിറങ്ങിയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് മാസ്ക് വരെ വെച്ച് നടക്കാം. വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, മൂടി നടക്കാനായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് നടക്കാം. അപ്പോൾ ഇവിടെ ചങ്കൂറ്റത്തോടെ അവർ ഇത്രയധികം ആളുകളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നുണ്ട്. അതിലും വലിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ വേദലക്ഷ്മി എന്തുവാണ് ചുമ്മാ ഒരു മാതിരി ഫ്രസ്ട്രേറ്റഡായിട്ട് കിടന്നിട്ട് അവിടെ കിടന്ന് ചാവാൻ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് അവിടെ ആ ഒരു ഡയലോഗ് പറയുന്നതെന്നുള്ളത് എനിക്ക് ആ ലൈവിൻ്റെ ആ ഒരു പോർഷൻ കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു. പറയാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ട് എടുത്ത് പറയുന്നത് പോലെ. ഓക്കെ, നൂറ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നൂറ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പ്രതിഫലം തന്നില്ലായിരിക്കാം. പക്ഷേ അതും ഇവരുടെ ഒരു സെക്ഷുവാലിറ്റിയുമായിട്ട് എന്താണ് ബന്ധം? അതാണ് ചില കണ്ടസ്റ്റൻസിൻ്റെ പൊളിറ്റിക്സ്. ഇന്ന് അഭിഷേക് വന്ന സമയത്തായിരിക്കും വേദലക്ഷ്മി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തത്. അഭിഷേക് അങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ ചില ആളുകൾ കൊടുത്തിട്ടാണ് വന്നത്. പക്ഷേ ആ ചങ്ങായി പോയ സമയത്ത് മിടുക്കനായിട്ട് നല്ലൊരു ചെറുപ്പക്കാരനായിട്ടാണ് പോയത്. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 37 റിവ്യൂ ആണ്. ഈ 7ൻ്റെ പണി എന്ന് പറയുമ്പോൾ ആർക്കിട്ട് കൊടുക്കുന്നതാണ്? ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനിട്ടാണോ, കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനിട്ടാണോ? കഴിഞ്ഞ ശനിയാഴ്ച ഒരു 7ൻ്റെ പണി അനുമോള് കൊടുത്തത് നമ്മൾ കണ്ടിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കണ്ടസ്റ്റൻസ് കാര്യമായിട്ട് തന്നെ ബിഗ് ബോസിന് 7ൻ്റെ പണി കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയധികം എൻഗേജിങ് ആണ്, ബോറിംഗ് ആണ് ലൈവും അതേപോലെ തന്നെ എപ്പിസോഡും ഒക്കെ. എപ്പിസോഡ് വെട്ടിക്കണ്ടിച്ച് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഒരു രസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്തിരി ബോറടിച്ചു. എന്നത് പറയണം എന്ന് ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചു. കാരണം അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അഖിൽ മാരാറുടെ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അഖിൽ മാരാറുടെ ട്രെയിലർ നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് യൂട്യൂബിൽ റിലീസ് ചെയ്തതാണ്. നമ്മൾ ഈ അഖിലിനെ ഈ ബിഗ് ബോസിലൊക്കെ അത്രയധികം അടുത്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ചെറിയൊരു പ്രശ്നം തോന്നും. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അത് നമുക്ക് അത്രയധികം അടുത്ത് അറിയാവുന്ന ആളായതുകൊണ്ടാണ്. ഇപ്പോൾ നാളെ ഞാനൊരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഓക്വേർഡ് ഫീലിംഗ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ കാണരുത്. അല്ലാതെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെയിലറൊക്കെ പ്രോമിസിങ്ങാണ്, രസമുണ്ട്. പിന്നെ അഭിഷേകിനെ കണ്ടപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. അഭിഷേക് ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കുറേയധികം വാഗ്ദാനങ്ങളൊക്കെ പുറത്ത് കുറച്ച് ആളുകൾക്കൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു മൂഡ് പിടിച്ച് വന്നതുകൊണ്ട് ആദ്യഘട്ടത്തിൽ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നീട് പക്ഷേ പോയ സമയത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം അയാൾ പോകുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലൊരു മനുഷ്യനായി അദ്ദേഹത്തിലെ മനുഷ്യനെയൊക്കെ നമുക്ക് കാട്ടിത്തന്നു. എന്നാലും അഭിഷേകിനെ കണ്ട സമയത്ത് ഞാൻ ഓർത്തത് വേറൊന്നാണ്. PR, അനുമോളുടെ PR എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. ശരിക്കും PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ PR ആയിരുന്നു. PR അയാൾ വീട്ടിലിറങ്ങിയപ്പോൾ തൊട്ട് അയാളെ പുകഴ്ത്തി പറയാനായിട്ട് എന്തോ ഒരു ആളുണ്ടായിരുന്നു. അഭിഷേക് വെറുതെ അവിടെ വന്ന് നിന്നാൽ തന്നെ ആദ്യ ആഴ്ചകളിലൊക്കെ ഗംഭീര സപ്പോർട്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ആ ഒരു വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം പതിയെ ആ ഒരു PR സപ്പോർട്ട് കുറഞ്ഞു. പിന്നെ അഭിഷേകിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അഭിഷേകിൻ്റെ ഫാമിലിയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേയധികം അഭിഷേക് സാധാരണ മനുഷ്യന്മാരിലേക്ക് എത്തി. എന്തൊക്കെയാണെങ്കിലും അഭിഷേക് സീസൺ 7 കണ്ടസ്റ്റൻസിന് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തതായി കാണാനായിട്ട് സാധിച്ചു. നല്ലതാണ്. അഭിഷേക് ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ദിനങ്ങളിലേക്കാളിലും കൂടുതൽ അവിടെ നിന്ന ഒരു വ്യക്തിയാണ്. സെറീനയൊക്കെ 99 ദിവസമൊക്കെ ഹൗസിൽ നിന്ന ആളല്ലേ. അപ്പോൾ സെറീനയൊക്കെ വന്ന സമയത്ത് അത്രയധികം ആവേശം ഞാൻ കണ്ടില്ല. അഖിൽമാരാർക്ക് വലിയ ആവേശം കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഗെയിം പഠിക്കാൻ വേണ്ടി ആളുകൾ ഒരു മാതൃകയായിട്ട് എടുക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള ചില ബിഗ് ബോസ് താരങ്ങളേ ഉള്ളൂ. അതിൽ അഖിലുണ്ട്, രജിസ്സാർ ഉണ്ട്, റോബിൻ രാധാകൃഷ്ണനെ വരെ ആളുകൾ ഗെയിം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചില കണ്ടസ്റ്റൻസ് ഉണ്ട്. സാബുമോനുണ്ട്. എന്നാൽ നമ്മുടെ സാബുമാനാണെങ്കിൽ സാബുമോനൊക്കെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ബിഗ് ബോസ് തന്നെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോപ്പർ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയധികം സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. നോറ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ്ലി കുളവാക്കിയതുപോലെ എനിക്ക് തോന്നി.
ഒരു ടാസ്ക് എത്രത്തോളം ബോറാക്കി ചെയ്യാമോ അത്രത്തോളം ബോറാക്കി ചെയ്യാനായിട്ട് നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നൂറയുടെ നൂറയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഗെയിം വേണ്ടതാണ്. അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കായിട്ടുണ്ട്. അവരെ പിരിച്ചിട്ടുണ്ട്. എന്നാലും ആദിൽ ഭയങ്കരമായിട്ട് കയറി ഹെഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നൂറ ആദിലയുടെ അടുത്ത് ആൻസറബിളാണ്. എന്ത് ഗെയിമും കളിക്കണമെന്നുണ്ടെങ്കിൽ ആദിലോട് പറയണം. അതേപോലെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് പലതവണ വിളിച്ചിട്ട് നൂറയ്ക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്രയൊക്കെ കയ്യെ പിടിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടും ആ ഒരു ടാസ്ക് മനോഹരമായിട്ട് വന്നില്ല. നേരത്തെ കഴിഞ്ഞ സീസണിലൊക്കെ ചലഞ്ചേഴ്സ് വന്നിട്ട്, അതിൻ്റെ മുമ്പിലത്തെ സീസണിലൊക്കെ ചലഞ്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെയുള്ളൊരു ടാസ്ക് അവിടെ ചെയ്തിരുന്നു. അത് വളരെ രസകരമായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് കണ്ടസ്റ്റൻസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ചലഞ്ചേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മടുപ്പ് നമുക്ക് അങ്ങോട്ട് മാറിയേനെ, ഒരു വ്യത്യസ്തത ഉണ്ടായേനെ. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം എന്തെങ്കിലും മാറിയോ വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് ശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി, അതിന് കുറച്ചും കൂടെ അതിലോട് പിണങ്ങി മാറി നിൽക്കുന്നു. വേറെ കാര്യമായിട്ടുള്ള ഒരു ഗെയിം മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ അഖിൽ മാരാർ വന്നുകൊണ്ട് വേറെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പ്രധാനപ്പെട്ടതായി കാണിച്ചത് അഖിൽ മാരാറുടെ ഹൗസിലേക്കുള്ള ഒരു വരവാണ്. അദ്ദേഹം കൺഫെഷൻ റൂം വഴിയാണ് വരുന്നത്. അപ്പോൾ കൺഫെഷൻ റൂമിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹം കൺഫേസ് ചെയ്തു. അങ്ങനെയല്ലേ? അദ്ദേഹം പറഞ്ഞു, ബിഗ് ബോസ് ആണ് എനിക്കെല്ലാം തന്നത്, ഒന്നുമല്ലാതിരുന്ന അഖിൽ മാരാറ് ഇങ്ങനെ ആക്കിയത് ബിഗ് ബോസ് ആണ് എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് പലപ്പോഴായി ആളുകൾ പരാതി പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മറുപടിയായിട്ട് കൂടി കൺസിഡർ ചെയ്യണം. അദ്ദേഹം നന്ദിയുള്ളവനായി മാറി. പണ്ട് ബിഗ് ബോസിനെ വിമർശിച്ചതൊക്കെ മറന്നു കളയണം. കാരണം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. സെറീനെ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. സെറീനെ ഒത്തിരിയധികം ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഖിൽ വരുമ്പോൾ തന്നെ അഖിലിനൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. ഇവർക്ക് വീക്കിലി ടാസ്കിന് വേണ്ടിയുള്ള ടാസ്ക് ലെറ്റർ വായിക്കണം. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് നിങ്ങൾക്ക് വേണ്ടി ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. അങ്ങനെ അഖിൽ മാരാർ വരുന്നു. വലിയ കരഘോഷങ്ങൾ, ആളുകൾ ആവേശഭരിതരാണ്. ഒന്നിൽ ബിഗ് ഫാൻ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. രസമുണ്ടായിരുന്നു. ഒരു ഗെയിമറെ ബാക്കിയുള്ള ഗെയിമേഴ്സ് എത്ര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അഖിലിൻ്റെ എൻട്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അഖിലിൻ്റെ ഗെയിം എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതും അതിൽ നിന്ന് വ്യക്തമാണ്. നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന ടാസ്ക്കാണ് അഖിൽ കണ്ടസ്റ്റൻസിന് വേണ്ടി വായിച്ച് നൽകുന്നത്. നൂറയിലാണ് പവറുകളൊക്കെ കൂടുതലായിട്ട് ഉള്ളത്. ആ ഒരു ഫാക്ടറിയുടെ ഓർഡറുകൾ പലതവണയായിട്ട് ലഭിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. ഇത് ചെയ്തു കൊടുക്കാനായിട്ട് കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരുടെ ജോലിയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ട് കോയിനുകൾ നൂറ കൊടുക്കണം. നൂറ ഇങ്ങനെ വളരെയധികം നോക്കിയൊക്കെ ആളുകൾക്ക് ശമ്പളം കൊടുത്തും വർക്ക് നടത്തിയൊക്കെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ കൊടുക്കത്തുള്ളൂ എന്നുള്ളതൊക്കെ ആദ്യം പറയുന്നുണ്ട്. ഗോൾഡ് കോയിനുണ്ട്, ബ്ലാക്ക് കോയിനുണ്ട്. അപ്പോൾ ഗോൾഡ് കോയിൻ കിട്ടുന്ന ആളുകൾക്ക് കുറേയധികം ഗുണങ്ങളൊക്കെ ഉണ്ട്. അവർ ടാസ്കിൽ വിജയിക്കും. അതേപോലെ തന്നെ ബ്ലാക്ക് കോയിൻ കൂടുതലുള്ള ആളുകൾക്ക് ഡയറക്റ്റ് നോമിനേഷൻ വരെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. മോശം പെർഫോമൻസിനാണ് ബ്ലാക്ക് കോയിൻ കൊടുക്കേണ്ടത്. ഈ കോയിനുകൾ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിലും അതിൻ്റെ മുമ്പിലത്തെ തവണയൊക്കെ ആണെങ്കിലും ഈ ചലഞ്ചേഴ്സ് കോയിനുകളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല. അവർ അവസാനം എല്ലാം എടുത്ത് മൊത്തം കൊടുത്തു തീർത്തിട്ടാണ് പോകുന്നത്. അത് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഏതായാലും നൂറയ്ക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് പിന്നീട് വിളിച്ച് ഓരോ തവണയായിട്ടാണ് ഇത് പറയുന്നത്. ഏതായാലും നൂറെ കാണുമ്പോഴത്തേക്ക് എല്ലാ ആളുകളും സല്യൂട്ടൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെയുള്ള ടാസ്കിൽ കാണുന്നതാണ്. അക്ബറിന് കൊടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് യൂണിയൻ ലീഡറാണ്. എന്ന് പറഞ്ഞാൽ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ കമ്പനിയിൽ നടക്കുന്നതിനെതിരെ പ്രതികരിക്കേണ്ട ഒരാളാണ്. ആളുകളുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മേൽനോട്ടമൊക്കെയാണ് അക്ബറിൻ്റെ ഒരു റോള്. പിന്നെ നമ്മുടെ ജിഷിൻ നൂറയുടെ ഒരു അസിസ്റ്റൻ്റാണ്. തൊഴിലാളികളായിട്ട് ഷാനവാസ്, ആദില, ഒനിൽ, മസ്താനി, ബിന്നി, അഭിലാഷ് എന്നിവരാണ്. തൊഴിൽ കിട്ടാത്ത ചില തൊഴിലാളികളുണ്ട്. പ്രവീണുണ്ട്, അതേപോലെ തന്നെ അനു ഉണ്ട്, റെന ഉണ്ട്. അപ്പോൾ അവർ തൊഴിൽ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് മനോഹരമായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും. അനീഷ് രസകരമായിട്ടുള്ള ചില ഡയലോഗുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം ഇത്തിരി ഉയർന്നാണല്ലോ, അതൊക്കെ വെച്ചിട്ട് അവിടെ ഇടുന്നുണ്ട്. യുവ സംരംഭകയാണല്ലോ നൂറ, അപ്പോൾ ഒരു ജോലി തരുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ഓടിച്ചു വിടുന്നു. അതൊക്കെ രസമാണ്, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. പക്ഷേ ഭയങ്കര സ്ലോയിലാണ് ഈ ഒരു ടാസ്ക് മുന്നോട്ടേക്ക് പോയത്. എപ്പിസോഡ് ഇങ്ങനെ കട്ട് വന്നു എന്നുണ്ടെങ്കിലും. പിന്നെ അനുവും പ്രവീണും കൂടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്നിട്ട് ജോലി ചോദിക്കുന്നുണ്ട്. 2 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് ഒത്തിരിയധികം പൈസ വേണം. അതെനിക്ക് മനസ്സിലായില്ല. സാധാരണ 2 പെൺകുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം പോലും അതുങ്ങൾ കുറച്ചിലേ കഴിക്കുകയുള്ളൂ, ചെറുതിലേക്ക് ആൺകുട്ടികളെക്കാളും. എന്തോ മറ്റേ കുലസ്ത്രീ പ്രോ മാക്സ് ആണല്ലോ.
അപ്പം പെൺകുഞ്ഞുങ്ങൾ, ഭാരം, കഷ്ടപ്പാട്. അപ്പോൾ ആ ഒരു മൂടൊക്കെ പിടിക്കാൻ വേണ്ടിയായിരിക്കും, കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു ഡയലോഗൊക്കെ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞ കേട്ടോ, അതൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള സംഗതിയൊന്നുമല്ല. അതൊക്കെ ആ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ട് അവരെടുത്തിരുന്നതാണ്. വിട്ടുകള കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. മസ്താനി ഓൾറെഡി തൊഴിലാളിയാണ്, അപ്പോൾ എങ്ങനെ വേതനം വാങ്ങണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡിസ്കഷൻ നിങ്ങൾ കേട്ടിരുന്നല്ലോ. എന്താണ് അവർ പറഞ്ഞത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, എന്നിട്ട് നമ്മൾ കൂലി ചോദിച്ച് വാങ്ങുക. നമ്മൾ തൊഴിലാളികളാണ് മസ്താനി. അപ്പോൾ അവർ തന്നില്ലെങ്കിലോ? അപ്പോൾ തന്നില്ലെങ്കിൽ ഒരു തീരുമാനമല്ലോ. അങ്ങനെയല്ല, തന്നില്ലെങ്കിലും നമുക്ക് കിട്ടാൻ ന്യായമായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അനു സംസാരിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മുടെ നൂറെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. ഓരോ റൗണ്ടിൽ ഓരോ ഓർഡറുകൾ തരും. കൃത്യസമയത്ത് ഓർഡറുകൾ പൂർത്തീകരിച്ച് നൽകിയില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ പവറിനെ ബാധിക്കും. 3-ൽ 2 ഓർഡറുകളും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ പവേഴ്സ് പോവും. കർക്കശക്കാരിയായിട്ടുള്ള മുതലാളി ആവണമെന്ന് നൂറയോട് പ്രത്യേകം പറഞ്ഞതുകൊണ്ടായിരിക്കാം പിന്നീട് ആ ഒരു കാർക്കശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിക്കുള്ളവർക്കൊന്നും യാതൊരുവിധ പരിഗണനയുമില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു കാർക്കശ്യം ആദ്യം വെളിപ്പെടുത്തിയത്. ഷാനവാസ് അപ്പോൾ എന്ന് പറഞ്ഞു കയ്യിലെ മുറിവുമായിട്ട്, എനിക്കാരുടെയും ഔദാര്യം വേണ്ട, പണിയെടുത്ത പൈസ മതി. ഒനിലിൻ്റെ നല്ല പെരുമാറ്റമാണ് എന്ന് മുതലാളിയായിട്ടുള്ള നൂറ് പറയുന്നു. അനീഷ് അപ്പോൾ മറ്റേ നമ്പറൊക്കെ അവിടെ വരുന്നുണ്ട്. തൊഴിലാളികളിൽ അഭിലാഷ്, ലക്ഷ്മി എന്നിവരൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. ഈ തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് നൂറെ സമീപിക്കുന്നത് നൂറയ്ക്ക് താല്പര്യമില്ല, അതിനൊക്കെ ജിഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അക്ബർ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ള ഒരു വ്യാജന അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കൂലി കൊടുക്കുകയാണ്. ബ്ലാക്ക് കോയിനുണ്ട്, ഗോൾഡ് കോയിനുണ്ട്. ബ്ലാക്ക് ഒന്നും ഒരു മനുഷ്യനും കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു കോയിനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് എപ്പിസോഡ് ഇങ്ങനെ ടക്ക് എന്നാണെന്ന് പറഞ്ഞാലും ലൈവിലൊക്കെ കുറേ സമയം ഉണ്ടായിരുന്നു. ഈ ഒരു ടാസ്ക് ഞാനൊന്ന് കണ്ടു തീർക്കാനായിട്ട് കുറേ സമയമെടുത്ത്. ഇത് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ മസ്താനിക്ക് ഗോൾഡ് കൊടുക്കുന്നുണ്ട്, അഭിലാഷിന് ഗോൾഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഷാനവാസും ഒനിലും ഒക്കെ കുറേ പറഞ്ഞതിന് ശേഷമാണ് അവർ, അക്ബറും ജിഷിനും ഒക്കെ കുറേ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷമാണ് ഒനിലിനൊക്കെ കിട്ടുന്നത്. ശരിക്കും ഒനിലൊക്കെ കാര്യമായിട്ടുള്ള പണി എടുത്തിട്ടുണ്ട്. ഇത് ചില്ലറ പണിയൊന്നുമല്ല. ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സാധനമൊക്കെ ഉണ്ടാക്കി വെക്കണം. ആദില, ലക്ഷ്മി എന്നിവർക്ക് കിട്ടുന്നു. അപ്പോൾ ആദിലയും അവിടെ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നോറയുടെ ഗെയിം എന്നുള്ളത് അവർക്കും കാര്യമായിട്ട് മനസ്സിലായില്ല, കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലായിട്ടില്ല. ഇതിനുശേഷം ആദില നൂറോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ ഈ കോയിൻ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ ഡിസേർവിങ് അല്ല എന്ന് തോന്നിയതുകൊണ്ടാണോ ഞങ്ങൾക്ക് തരാതിരുന്നത്? ഒത്തിരിയധികം ആളുകൾ പറഞ്ഞിട്ടല്ലേ നമ്മളുടെ കയ്യിലേക്ക് ഇത് തന്നത് എന്നൊക്കെ പറയുന്നു. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗെയിമറായിട്ടുള്ള നൂറയാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ ആദിലയുടെ പാർട്ണറായിട്ട് എന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവർ തമ്മിൽ ചില പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ആദില ഭയങ്കരമായിട്ട് നൂറേനെ ഓവർടേക്ക് ചെയ്യും. നൂറേനെ ഓവർടേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ അവർക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നൂറ് എന്തെങ്കിലും മണ്ടത്തരം ഗെയിം കളിക്കും. ജിഷിനും അതേപോലെ തന്നെ അക്ബറിനും കോയിൻസ് ഒന്നും കിട്ടിയില്ല. ഇവർ തമ്മിൽ അലമ്പായിരുന്നു എന്നുള്ളതാണ് നൂറ് പറയുന്നത്. അതിപ്പം ഒരു കമ്പനിയിലെ മുതലാളിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളും യൂണിയൻ നേതാവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അവർ അലമ്പുണ്ടാക്കിയെന്ന് പറഞ്ഞ് അവർക്കൊന്നും കൊടുക്കുന്നില്ല. അവസാനം ജിഷിന് ഒരു ഗോൾഡ് കൊടുക്കുന്നുണ്ട്. അക്ബറിന് കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് നൂറ പറയുന്നത് പല ആളുകളുടെയും ജോലി തടസ്സപ്പെടുത്തി അക്ബർ, ആളുകൾ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല, ലക്ഷ്മിയുടെയൊക്കെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ ലക്ഷ്മിയും അക്ബറും തമ്മിലുള്ള പ്രശ്നം. അക്ബർ വളരെ മോശമായിട്ടുള്ള ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ നിൻ്റെ മടിയിൽ വന്നിരുന്നോ, കയ്യെ പിടിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ബാക്കിയുള്ള കോയിൻസ് വിതരണം ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചു കൊണ്ടുപോയി വെക്കണം. ഈ അടിയാണ് ഇത്തിരി വലുതായിട്ട് ഈ നൂറയും ആദിലയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്രശ്നമാക്കാൻ വേണ്ടി പറ്റുന്ന സംഗതിയായിരുന്നു. പക്ഷെ അത് അത്ര വലിയൊരു പ്രശ്നമൊന്നും ആയില്ല. ഇതിനുശേഷം ബി സർക്കസ്. ബി സർക്കസൊക്കെ പ്രൊമോയിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമൊക്കെ പ്രതീക്ഷിക്കുകയുള്ളൂ. ഇത് അതിനകത്ത് വലിയ സംഗതിയൊന്നുമില്ല. ഈ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുള്ള കോയിൻസ് എന്തെങ്കിലും വഴിയിൽ കൂടെ ബാക്കിയുള്ള ആളുകൾക്ക് നേടാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ, തൊഴിലാളികളായിട്ട് കോയിൻ നേടാൻ പറ്റാത്ത ആളുകൾക്ക് കോയിൻ നേടാനായിട്ടുള്ളൊരു അവസരം. പക്ഷേ ഇവരുടെ ഈ ഒരു സർക്കസ് കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വേഷം കിട്ടിയാലാണ്, എത്ര ആളുകളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ കോപ്രായം കിട്ടിയാലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി അതുങ്ങളിലൊക്കെ ഒരു ഡെഡിക്കേഷൻ. ഇതുകൊണ്ടൊക്കെ വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ? അവസരങ്ങൾ സിനിമയിൽ കിട്ടും ബിഗ് ബോസിൽ വന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞാലും ഞാനങ്ങനെ ഒത്തിരിയധികം വിജയികളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ വിജയത്തിന് ഓരോ ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വിജയങ്ങൾ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കില്ലല്ലോ ബാക്കിയുള്ള ആളുകൾക്ക്. എന്നാണെങ്കിൽ എനിക്ക് വലിയ വിഷമമൊക്കെ തോന്നി. അനീഷ് ആൻഡ് സാബുമാനാണ് ഈ സർക്കസ് നടത്തുന്നത്. മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള സർക്കസൊക്കെ എന്നേ നിർത്തി.
ഇപ്പോൾ മൃഗങ്ങളെ ഒന്നും വെച്ചിട്ട് സർക്കസ് ഒന്നും നടത്താനായിട്ട് പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ മനുഷ്യനെ മൃഗമാക്കിയിട്ടുള്ള സർക്കസുകളൊക്കെ നടത്തുകയാണ്. പ്രവീൺ കഴുത, ആടായിട്ട് അനു, നായായിട്ട് ആര്യൻ, വെറും നായല്ല പേപ്പട്ടി തന്നെ എന്നുള്ള രീതിയിലുള്ള പ്രകടനമൊക്കെയാണ് ആര്യൻ്റെ ഭാഗത്തുനിന്ന്. സിംഗമായിട്ട് ജിസേൽ, ആഡ് അപ്പോൾ അവിടെ കിടന്ന് സിംഗത്തെ ഇങ്ങനെ പുച്ഛത്തോടെ നോക്കുന്നത്, അവളെ ഒരു സിംഗം, അവൾക്ക് സിംഗം കിട്ടി, ഞാൻ വെറും ആട് എന്നുള്ള മൈൻഡിലൊക്കെയാണ് അനു അവിടെ നിൽക്കുന്നത്. കുരങ്ങനായിട്ട് നവീൻ, വെരി മാച്ചിങ് ആയിരുന്നു. പിന്നെ റെന ആനക്കുട്ടിയായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, കൊള്ളാം. അഭിലാഷ് ആര്യനൊരു ടിപ്പ് കൊടുക്കുന്നു. ഒരു നായ കാണിക്കാൻ പറ്റുന്ന എല്ലാ സ്നേഹപ്രകടനങ്ങളും ആര്യൻ അഭിലാഷിൻ്റെ അടുത്ത് കാണിക്കുന്നു. പിന്നെ ഉള്ളത് ആദില നൂറ എന്നിവരുടെ ഒരു ബാത്റൂം ഫൈറ്റാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടോ, പണ്ടത്തെ ആളൊന്നുമില്ല, ഭയങ്കര കോൺഫിഡൻറ്റ്. അപ്പം ഈ അനുവിൻ്റെ വീക്കെൻഡിലെ ആ ഒരു പെർഫോമൻസ് വളരെ ഇങ്ങനെ നിന്നല്ലോ, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നല്ലോ, ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഗെയിം പല ആളുകൾക്കും ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ ഇന്നലെ ആരാ പറഞ്ഞത്, സാബുമാനൊക്കെയാണ് പറഞ്ഞത് അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ശരിയാണ്, മാറ്റി പറഞ്ഞായിരുന്നെങ്കിൽ, കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വാക്കൗട്ട് വരെ ചെയ്യേണ്ടി വന്നതിനെ. കാരണം ആ തരത്തിലുള്ള പെറ്റൊക്കെ ജിസേലുമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ അനുവിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. കടുത്ത പ്രൊവോക്കിംഗ് ആണ്. അതിലൂടെ പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ബുള്ളിങ് ടൈപ്പ് പ്രൊവോക്കിംഗ് ആണ്. അത്ര വലിയ രസമൊന്നുമില്ല, എന്നാലും ഒരു ഗെയിം ആയതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കാരണം അനുവിനെ പൊളിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ. അപ്പോൾ അനു ഇങ്ങനെ കുളിക്കാൻ വരുന്ന സമയത്ത് ഈ ബാത്റൂമിൻ്റെ ഡോറൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു പ്രഹസനത്തിൻ്റെ അവസാനത്ത് പുള്ളിക്കാരി മടുത്തിട്ട്, കഴിഞ്ഞ ദിവസം അങ്ങനെ നീ എന്നെ കള്ളി എന്ന് വിളിച്ചില്ലേടി, ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് കള്ളി എന്ന് വിളിച്ചില്ലേടി, എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ പുറത്തുണ്ട്, അതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അനു കണ്ടാൽ മതി, ഞങ്ങൾ കണ്ടില്ലെങ്കിലും അനു കണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വോട്ടുകൾ ചറപറാന്നങ്ങടെ ആയിക്കോട്ടെ, ഹാർഡ് കോർ ഫാൻസിനെ അകത്തിരുന്ന് അനു ഇങ്ങനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ദേഷ്യം വന്നു ഇങ്ങനെയുള്ള എപ്പിസോഡിനകത്തെ സംഭവമൊക്കെ കണ്ടപ്പോഴത്തേക്ക്. ഒന്നുമില്ലെന്നേ, ഒരു സംഗതിയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പുതുമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നമ്മൾ പുതുമയായിട്ട് പ്രതീക്ഷിക്കുന്നത്? അലമ്പും തല്ലുമൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ, അല്ലെങ്കിൽ അനിമോൾ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാണണം, ഒന്ന് എപ്പിസോഡ് ഉയരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.